ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ സമഗ്ര നെൽകൃഷി വികസന പദ്ധതിക്ക് ആവേശകരമായ വിത്തിറക്കൽ ഉത്സവത്തോടെ തുടക്കമായി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ കാർഷിക മേഖലയിലെ സമഗ്ര നെൽകൃഷി വികസന പദ്ധതിക്ക് വിത്തിറക്കൽ ഉത്സവത്തോടെ പ്രൗഢമായ തുടക്കം. ജനപ്രതിനിധികൾ പരമ്പരാഗത കാർഷിക വസ്ത്രമണിഞ്ഞ് പാടത്തിറങ്ങി വിത്ത് വിതച്ചതാണ് ഉത്സവത്തെ ഏറെ ശ്രദ്ധേയമാക്കിയത്. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 35 ലക്ഷം രൂപയാണ് നെൽകൃഷിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കർഷകർക്ക് 75% സബ്സിഡിയിൽ വിത്ത് നൽകിക്കൊണ്ടുള്ള വിരിപ്പ് കൃഷിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി നിർവഹിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, അത് വിത്ത് വിതച്ചുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. കെട്ടിലപ്പാടം പാടശേഖരമാണ് അതിനെ തെരഞ്ഞെടുത്തത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പഞ്ചായത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. ആ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് തന്നെയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തുടർന്നുള്ള കാലങ്ങളിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരത്തെയും അതേപോലെ തന്നെ കർഷകരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഒരു ആശയം നമുക്കറിയാം, പഴയ കാലത്താണ് ഇത്തരത്തിൽ വിത്ത് വിതച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നൊക്കെ പുതിയ കൃഷി രീതികളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി ഇന്നില്ല. പുറത്തുനിന്നുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മൾ കുടുംബങ്ങളിലെ എല്ലാവരും ചേർന്നാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലൊക്കെ ഓർത്തു പോവുകയാണ്. നമ്മുടെ അച്ഛനും വല്യച്ഛനും ഒക്കെ കർഷകരായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതേപോലെ ഉഴുതുകൊണ്ട് അന്ന് വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക പൂജയോടുകൂടെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ കാലഘട്ടങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ള വലിയൊരു സന്തോഷം നിലനിൽക്കുന്നുണ്ട്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ പി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിത്ത് വിതച്ചിട്ടാണ് ഇതിന്റെ ആരംഭം തുറക്കുന്നത്. പണ്ടത്തെ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃഷി വിതയ്ക്ക് തുടങ്ങുകയാണ്. ഞങ്ങളുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് നല്ല അഭിവൃദ്ധി ഇതോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് കെട്ടിലപ്പാടത്തിലാണ് ഞങ്ങളിപ്പോൾ വിത്ത് വിതയ്ക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല അഭിവൃദ്ധിയിൽ ഞങ്ങളുടെ പദ്ധതികൾക്കെല്ലാം സമ്പൂർണ്ണ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പദ്ധതി പ്രകാരം 75% സബ്സിഡിയിൽ നെൽവിത്തും ഉഴവുകൂലിയും കർഷകർക്ക് ലഭ്യമാക്കും. 318 ഏക്കർ വിരിപ്പ് കൃഷിക്കായി ഉയർന്ന വിളവ് തരുന്ന ജ്യോതി നെൽവിത്താണ് വിതരണം ചെയ്തിരിക്കുന്നത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MC നന്ദന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PR വിശ്വനാഥൻ, പീറ്റർ തങ്കച്ചൻ, ധന്യ മധു, കൃഷി ഓഫീസർ KV ശ്രീലക്ഷ്മി, കൃഷി അസിസ്റ്റന്റുമാരായ TP ഗീത, K ചന്ദ്രൻ, പാടശേഖര സമിതി ഭാരവാഹികളായ ശരവണൻ, രാധാകൃഷ്ണൻ എന്നിവരും നിരവധി കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ കൃഷിയോഗ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ള തരിശുഭൂമി കൃഷി ഇറക്കുന്നതിനുള്ള പദ്ധതികൾ ഇത്തവണത്തെ പദ്ധതിയിൽ പഞ്ചായത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 160 ഹെക്ടർ കൃഷി നിലമാണ് ഈ വർഷം വിരിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വിരിപ്പും മുണ്ടകനും പുഞ്ചയും ഉൾപ്പെടെ കൊണ്ടാഴി പഞ്ചായത്തിൽ 3 പൂവൽ കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള ആവശ്യമായ ഇടപെടലുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ കർഷകരെ സഹായിക്കുന്ന നിലപാടുമായിട്ടാണ് പഞ്ചായത്ത് ഭരണത്തിൽ പോകുന്നത്. അതിനാവശ്യമായ സഹായം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെ സഹായങ്ങളുണ്ട്. ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തു നിന്നുകൊണ്ട് എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ അതിൽ രാഷ്ട്രീയമില്ല, കൊടിയുടെ നിറമില്ല. കർഷകരാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടാഴി ഒരു കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖല അഭിവൃദ്ധിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കൊണ്ടാഴിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പരമാവധി പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടാഴി തന്നെ വിപണനം നടത്തുവാനുള്ള ആലോചന കൂടി പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. എന്തായാലും 5 വർഷത്തിനുള്ളിൽ അതിന് കൃഷിക്കാരും കൃഷി ഓഫീസറും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് നടപ്പിലാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.